ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? ഇവിടെയും സുഖമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ പോകുന്നുണ്ട്. ഞാനും കുട്ടികളും ഇക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇന്നിതാ എൻ്റെ ചെറിയ മോൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അവൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഡേയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മൊത്തത്തിലൊന്നും നമുക്കിപ്പോൾ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഏറെക്കുറെയൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവനക്കിപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആയി. അവനെ നന്നായിട്ട് കമിഴ്ന്ന് കിടക്കാനൊക്കെ, കമിഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ കമിഴ്ന്നിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ പിടിച്ച് പിടിക്കാണ്ട് ഒരിത്തിരി സമയമൊക്കെ ഇരിക്കും. പിന്നെ അത് മുട്ട് കുത്താനൊന്ന് ശ്രമിക്കുമ്പോഴത്തേനും അവനെ മറിഞ്ഞിട്ട് വീഴും. ഇപ്പം ഞാനൊന്ന് നെയ്യൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിട്ടൊരൊറ്റ നിൽക്കലാവും. അങ്ങനെയൊക്കെ പിന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പില്ലോ വെച്ചിട്ടൊക്കെ ചെറുതായിട്ട് കുറച്ച് സമയം, എൻ്റെ ഉമ്മയൊക്കെ പറയും അങ്ങനെ ഒരുപാടൊന്നും ഇരുത്താൻ പാടില്ല എന്നൊക്കെ പറയും. അവന് ആഗ്രഹത്തിനൊരിത്തിരി നേരം ഞാൻ ഇരുത്തും കേട്ടോ. ഇനി നമുക്ക് അവനെ കുളിക്കുന്ന ഇതിക്കൊക്കെ ഒന്ന് നോക്കാം. ഞാൻ അവനക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ബോഡിയിലൊക്കെ നമ്മൾ ഇങ്ങനെ തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ ഞാൻ ചെമ്പരത്തി ആദ്യം അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ആക്കണതുള്ളത്. പിന്നെ ഇപ്പം എന്താ, അവന് നമ്മളൊരു ദിവസം യൂസ് ആക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇതാണ് അവൻ്റെ ബ്യൂട്ടീഷ്യൻ. അങ്ങനെ ഇതിൽ സെബാമെട്ടിൻ്റെ ആണ് നമ്മളിപ്പോൾ യൂസ് ആക്കണം. ഞാൻ ഇച്ചുക്കൊന്നും യൂസ് ആക്കിയിരുന്നില്ല, പിന്നെ ഇവനക്ക് ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ യൂസ് ആക്കണമെന്നുള്ളൂ. പൗഡർ, ഇത് റാഷ് ക്രീം, അതുപോലെ തന്നെ ബോഡി ലോഷന്, പിന്നെ ഇത് സരസ്വതാരിഷ്ടം എന്ന് പറയും. കുട്ടികൾക്ക് സംസാരമൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമുക്ക് അവിടെ നിന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഇതാ ഷാമ്പു ആണ് സെബാമെട്ടിൻ്റെ തന്നെ. പിന്നെ പാമ്പേഴ്സ് അങ്ങനെയൊക്കെ ഞാൻ ചെറുതായിട്ടുള്ളതാണ്, നമുക്ക് സൈസ് മാറേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചെറിയത് വാങ്ങിച്ചിട്ടാണ് വെക്കാറുള്ളത്. പിന്നെ അത് ഞാൻ പൊട്ടിച്ചിട്ട് അവൻ്റെ തന്നെ തൊട്ടിലിന് താഴെ അങ്ങനെ വെക്കുക ചെയ്യുക, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഡ്രസ്സ് അങ്ങനെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പോകലാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവനപ്പോൾ ഞാൻ എണ്ണ തേച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കണതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്ന സംഭവം. ഇത് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ, അൽഹംദുലില്ലാ. അപ്പോൾ അല്ലാണ്ട് യൂസിങ് ഒന്നുമില്ല. അതിൻ്റെ അലർജിയുടെ ഒരു മൂക്കിലടിക്കുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെറിയ മോൻ്റെ മരുന്ന് ആണ്, ഒന്നും നമുക്ക് യൂസ് ആക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഗ്യാസിനൊക്കെ ഉള്ള ഒരൊറ്റ മരുന്ന് മാത്രമേ അവനിപ്പോൾ കൊടുക്കലുള്ളൂ. പിന്നെ അവനെ കുളിപ്പിക്കലായി. അവനെ ഞാൻ ആദ്യമൊക്കെ ആ ഷീറ്റിൽ കിടത്തിയിട്ടായിരുന്നു കേട്ടോ കുളിപ്പിച്ചിരുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അതിന് മുന്നേ ഉമ്മന്നെയായിരുന്നു കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ആ കോർണറിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ചെയ്യണത്. കാരണം കിടന്നു കഴിഞ്ഞാൽ അവന് വായിക്ക് എല്ലാ വെള്ളങ്ങളും എന്തെങ്കിലുമൊക്കെ ഒഴിക്കണ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ അവൻ അങ്ങനെ കുടിക്കാൻ ഓരോന്ന് കാത്തിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് എഴുതിയിട്ട് ഇരിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറേ സമയമില്ലല്ലോ, കുറച്ച് സമയം കൊണ്ട് കാര്യം കഴിയൂലേ എന്ന് എഴുതിയിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നിട്ടാണ് അപ്പോൾ കയ്യിന് ഇത് കൊടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ആ കോർണറിലാണ് കേട്ടോ. അപ്പോൾ തല ഇങ്ങനെ ഇടിക്കും അവന് ചുമരിൽ. അപ്പോൾ പിന്നെ ഒന്ന് ഇങ്ങനെ ആക്കി. പിന്നെ വീഡിയോ ആവുമ്പോൾ കഴിയൂല, മറ്റത് എൻ്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യൽ. ഇങ്ങനെ ഇത്ര കണ്ടിട്ട് വിട്ടിരുത്തിയിട്ടല്ല കേട്ടോ കുളിപ്പിക്കുക. ഇതിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് അവനെ മാറ്റി ഇരുത്തിയിട്ടാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉമ്മയും അവനൊക്കെ ആയിരുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ കുളിച്ചിട്ട് പോരും. കുളി കഴിയുമ്പോഴത്തേനും 2 പേരും ഒരുപോലെ നനഞ്ഞിട്ടുണ്ടാകും. അവനെ പിടിച്ചാൽ അങ്ങനെ കിട്ടലുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പേടിയല്ലേ, കുഞ്ഞു മക്കളല്ലേ, പിടിച്ചാൽ കിട്ടൂലല്ലോ, പിടിച്ച് നിർത്താനും പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ
പിന്നെ അവനെ എണ്ണ തേച്ച് കിടത്തിയ സമയത്ത് ഞാനിതൊക്കെ ബെഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിട്ട് വന്നെടുക്കാനുള്ള ടൈമൊന്നും നമുക്കുണ്ടാവില്ലല്ലോ. അവന് പെട്ടെന്ന് കുറുമ്പ് പിടിച്ചിട്ട് തുടങ്ങും കരച്ചിലൊക്കെ. എന്നെന്തോ ആൾ കുറച്ചൊക്കെ ഒരു ഹാപ്പി ആയിട്ട് ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ആകെ ചുവന്നിട്ട് ഉറക്കം പിടിച്ചിട്ട് അങ്ങനെ കിടക്കലായിരിക്കും. അപ്പോൾ നമ്മൾ കുറുക്കൊന്നും കൊടുക്കാനുള്ളൊരു സാവകാശം അവനെ തരൂല. അപ്പം ഞാൻ അപ്പത്തിന് റെഡിയാക്കൂല. അവനൊന്ന് ഉറങ്ങി എണീറ്റിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത് അത് അങ്ങനെ വേസ്റ്റ് ആകും. 2-3 സ്പൂണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവനത് പിന്നെ നമുക്ക് തോന്നും പാവം ഉറങ്ങിക്കോട്ടെ എന്ന് തോന്നും. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ അത് എഴുതിയിട്ട് ഞാൻ എല്ലാവരും പറയും കുളിച്ചിട്ട് കഴിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളത്. പക്ഷെ നമ്മൾ കുട്ടികളുടെ ഒരു ഇതിനനുസരിച്ചിട്ടല്ലേ. ഇനിയിപ്പോൾ ഞാൻ എത്ര നേരത്തെ അവനെ കുളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. അവന് കുളി കഴിഞ്ഞാൽ അവന് പാല് കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. അങ്ങനെ കേട്ടോ. ഇന്ന് എന്തോ ആള് ഓക്കെയാണ്. ചെറിയ രീതിയിൽ കരച്ചിലില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ കുളി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറയാം, അന്നൊക്കെ അവൻ്റെ തലയിൽ പാലായിരുന്നു കേട്ടോ തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാല് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ പറയുക എന്താണ് തോർത്തും പൗഡറും കൊണ്ടുവരാനാണ്. ഞാൻ അതും പിടിച്ചിട്ടാണ് ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിൽക്കുക. എന്നിട്ട് അവനെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ തരും. എന്നിട്ട് പൗഡർ അല്ലെങ്കിൽ ഉമ്മന്നെ അവനക്ക് പൗഡർ ഇട്ടിട്ടാണ് പിന്നെ എൻ്റെ കയ്യിലേക്ക് അവനെ തോർത്തിൽ പൊതിഞ്ഞിട്ട് തരിക. അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം അവന് പെട്ടെന്ന് ഉണ്ട് കുറച്ച് സമയം ഞാൻ അവനെയും കൊണ്ടിട്ട് റൂമിലെത്തുമ്പോഴത്തേനും അവന് പിറ്റേ ദിവസത്തേക്ക് ചെറിയൊരു ചൂട് പോലെ വെക്കണം. കുഞ്ഞുമക്കൾക്ക് ഒന്ന് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുമ്മണ് തുടങ്ങുമല്ലോ. കാരണം ഈ പാല് കുടിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോഴേ അതും അങ്ങനെ കഫക്കെട്ട് പെട്ടെന്നുണ്ടല്ലോ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം നല്ല പേടിയാക്ക് മക്കൾക്ക് വരാമെന്ന് പറയുമ്പോൾ. കാരണം ഇച്ചുവിന് ഒരുപാട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഇവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവനൊരു പനി വന്നിട്ട്. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവന് കിടന്ന് പെട്ടെന്ന് ഉറങ്ങി. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല. കാരണം അവൻ പെട്ടെന്ന് ഉറങ്ങും. അവനെ ഉറക്കിയിട്ട് വേണം ഇനി അടുത്ത പരിപാടികൾ. അപ്പത്തിന് ഞാൻ അങ്ങനെ പോന്നായിരുന്നു കേട്ടോ ബാത്റൂമിൽ നിന്ന്. അവൻ്റെ കുളിക്കാനെടുത്ത തോർത്തൊക്കെ ഊരി മിന്നിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ സോപ്പും ഈ സെബാമെഡിൻ്റെ സോപ്പും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവിടെ നിന്നാണ് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇക്കായിരിക്കും കുളിക്കാൻ വേണ്ടിയിട്ട് കയറുക. അപ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാനത് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചൂക്കുള്ള ഇഡ്ഡലി, ഇത് ചെറിയ ഇഡ്ഡലിയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ അവനക്ക് എന്തെങ്കിലും TV കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലിങ്ങനെ ആക്കിയിട്ട് അവന് പെട്ടെന്ന് ഓരോ വൈറ്റ് എടുക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യണത്. പിന്നെ അവന് ഞാൻ ദോശയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഇതവന് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇടത്തട്ടിനുള്ള കാര്യമാണ് കേട്ടോ ഇത്. ഞാൻ അവനക്ക് ദോശ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അതിപ്പോൾ ചെയ്യണില്ല, അത് അവർ കഴിക്കണ സമയത്തേക്ക്. ഇപ്പോൾ അവന് ചോക്കോസ് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കും തന്നെ ദോശയും സാമ്പാറായിരുന്നു ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോയുള്ളത്. അപ്പോൾ ഇനി എനിക്ക് ബാക്കി അല്ലറ ചില്ലറ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് സമയം, അവൻ ഉറങ്ങണ സമയം, അവന് ചില സമയത്ത് അവന് അങ്ങനെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സമയം ചില ദിവസം അവനങ്ങനെ ഉറങ്ങിത്തരും. അപ്പോൾ പിന്നെ എനിക്കൊരുവിധ കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാൻ, മടക്കി വെക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ബാത്റൂമുകൾ കഴുകുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ടൈം കിട്ടും. ഇപ്പോൾ വല്ല തൊലിച്ച് വെക്കാനുള്ളതുണ്ട്, തൊലിക്കാനുള്ള ടൈമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവൻ എണീക്കണത് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് എല്ലാതും ഓഫാക്കി വെച്ചിട്ട് വേണം ഇരിക്കാൻ. മീൻസ് AC ആണെങ്കിലും എക്സോസ് ആണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇക്ക പറയും എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പക്ഷെ എനിക്കൊരു സമാധാനമില്ല. അവൻ അവിടെ അങ്ങനെ കിടക്കുമ്പോഴേ ഞാനെങ്ങാനും കേൾക്കാണ്ട് പോയി കഴിഞ്ഞാലോ എന്നൊക്കെ അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക്. ചെറുതായിട്ട് അവൻ്റെ സൗണ്ടൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലോ അവന് ഒരുപാട്
ഒരുപാട് ടൈം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഞാൻ എന്താക്കും, ഞാൻ പിന്നെ ഒന്നും ഇടൂല. ഇച്ചുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ടി വിയിലും ഒഴുകി കഴിഞ്ഞാൽ പിന്നെ കണക്കായി, പിന്നെ അവനും ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഇതിനിടയ്ക്ക് അവനൊന്നും കൂടെ ഒന്ന് എണീറ്റുട്ടാ. അപ്പോൾ ഞാൻ അവനൊന്ന് ഉറക്കിയിട്ടൊക്കെയാണ് പിന്നെ വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അടുത്ത തന്നെ ആയിട്ട് ഉണരാനുള്ളൊരു ടൈമായി. അപ്പോൾ ഞാൻ അവനുള്ള കുറുക്കൊക്കെ ഒന്നാക്കിയിട്ട് ഇതാക്കാൻ നേരത്തെ ഞാൻ ഗോതമ്പിൻ്റെ റവ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ അവന് ഇന്ന് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ മാറ്റിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അവർ വായന്ന് എടുത്തിട്ടും കൈയിട്ടിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഒരു ഇത്തിരിയൊക്കെ തന്നെ അവരെ വായിലേക്ക് പെടുള്ളൂ. അപ്പോൾ അവനെ എണീറ്റിട്ടുണ്ട്. ഞാൻ അവനെ നേരത്തെ എണീറ്റപ്പോൾ ബെഡിലേക്ക് എടുത്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ള ഒരു ഇതിലിങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ ഇച്ചുക്ക അവനെ കളിപ്പിക്കണതാണ് കേട്ടോ. പിന്നെ അങ്ങനെ നോണായിട്ട് വരിക ചെയ്യുക. അവനിങ്ങനെ ഓരോന്ന് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എത്താൻ നേരം വൈകി കഴിഞ്ഞാലോ ചെറിയൊരു തെറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് മിണ്ടാൻ വരില്ല. അപ്പോൾ ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ അടുത്ത് മിണ്ടും. എൻ്റെ അടുത്ത് ഭയങ്കര ഗൗരവത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇരിക്കുക. ഇച്ചുക്കാൻ്റെ അടുത്ത് ഭയങ്കര ഓക്കെയാണ്, മാഷാ അല്ലാഹ്. പിന്നെ ഞാൻ അവനക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മരുന്നുണ്ടല്ലോ, ഞാനിത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഗ്യാസിനുള്ളതും പിന്നെ ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. വെയിറ്റ് ഗെയിനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ എന്താണ് അവർക്ക് കുട്ടികൾക്ക്. ഇവനക്ക് വയറിനെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണിക്കണ സമയത്താണ് കേട്ടോ ഞാനിത് അധികം കൊടുക്കരുത്, ഡെയിലി കൊടുക്കണം എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അവന് വലിയൊരു താല്പര്യം കാണിക്കലൊന്നുമില്ല അത് കഴിക്കുമ്പം. ആകെ കൂടെ എന്തൊക്കെയോ ഞാൻ എന്തോ സംഭവം കൊടുത്ത പോലെയാണ്. പക്ഷെ ഇതിലവന് വലിയ കുഴപ്പമില്ലാണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. മറ്റേത് രണ്ട് സൈഡിൽ കൂടി അങ്ങോട്ട് പോകണതാണ്. എങ്ങനെ അത്രയും ഒരിത്തിരി പോലും വായിൽ വെക്കാണ്ട് കളയാന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഗ്യാസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറുതിൽ അവരിങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കണ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഞങ്ങളവിടെ ഇക്കൻ്റെ അവിടെ കട്ടുപ്പാറ ASKയിലാണ് കേട്ടോ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ആയിഷ ഡോക്ടറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ തന്നെയായിരുന്നു മോൻക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ എഴുതുന്നുണ്ട് ഡെയിലി കൊടുക്കണം, 2 നേരം 3 നേരം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവനക്ക് ഡെയിലിയും പോയിട്ട് 3 നേരം പോയിട്ട് ഡെയിലി പോലും ഞാൻ കൊടുക്കാറില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കണ സമയത്ത്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചല്ലോ, കുറച്ച് ബോട്ടിൽ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഡെയിലി കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ അവർ തന്നെയാണ് കേട്ടോ സരസ്വതാരിഷ്ടം എന്നുള്ള ആ ഒരു ബോട്ടിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചെയ്യണ തന്നെയാണ്, എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഞങ്ങൾ 3 പേർക്കും ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഞാൻ അറിയില്ലായിരുന്നു, ഞാൻ ഇച്ചുക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കയുടെ ഉമ്മ 2 പേർക്കും കൂടെ 2 എണ്ണം അങ്ങനെ വാങ്ങിച്ചെന്നുണ്ടായിരുന്നു. പക്ഷെ 2 പേരും അത് കഴിക്കണില്ല. ഇവനക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാനാണ്, പക്ഷേ ഇവനും കഴിക്കണില്ല, ഇച്ചും കഴിക്കണില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞെത്തപ്പത്തിന് അവൻ്റെ കുറുക്ക് ചൂട് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കൊടുക്കലായി. പിന്നെ ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നതാണ്. അവന് പാല് കുറവുള്ളൊരു സമയത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ അവനക്ക് ഫോർമുല എന്നായിട്ട് കൊടുക്കുന്നത് അപ്റ്റമിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാലങ്ങനെ ഇപ്പോൾ പാൽ വല്ലാണ്ട് കുടിക്കണില്ല. അപ്പോൾ അവനക്ക് അങ്ങനെ ഉറക്കം കുറവ് അങ്ങനെയൊക്കെയുള്ള സമയത്തേ ഞാൻ ഇതാണ് യാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവന് അപ്റ്റമിൽ അങ്ങനെ കൊടുക്കുക ചെയ്യൽ കേട്ടോ. എപ്പോഴൊന്നും കൊടുക്കൊന്നുമില്ല. പിന്നെ അറിയാലോ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഉള്ള ഒരു ഇത്
മീൻസ് നമ്മൾ ഉമ്മാരുടെ അടുത്തുള്ള ഒരു കെയറിങ് ഒന്നും നമ്മൾ തനിച്ച് നിൽക്കുമ്പോഴൊന്നും ഉണ്ടാവില്ല. അതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നമ്മളെ കാര്യങ്ങൾ പിന്നോക്കം വെക്കും, അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യത്തിലാണ് ചെയ്യൽ. പിന്നെ അവന് കൊടുക്കുന്ന ഫുഡിൽ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ആപ്റ്റമിൽ കുറച്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതാണ്ട് ഞങ്ങൾ രാത്രിയായി. ബാക്കി കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിക്കുള്ള മേലെഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ അവൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്ന ടൈമിൽ അവൻ എന്താക്കിയിരുന്നു, ടിഷ്യൂ അവന് കൈ കിട്ടിയിരുന്നു. അത് വായന്നെടുത്തതിനാണ് അവൻ എൻ്റെ അടുത്ത് കുറുമ്പ് പിടിച്ചു. ഒന്നാമത് ഉറക്കം വന്നിട്ടുള്ള ഭ്രാന്താണ്, ദേഷ്യം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് എൻ്റെ അടുത്ത്, ആൾ വലിയ കച്ചറിയൊന്നുമില്ല, കുഴപ്പക്കാരനൊന്നും അല്ലാത്തതിനെ കൊണ്ട് നിനക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അല്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൾ നല്ല അലമ്പാണ്. പിന്നെ ആ അലമ്പനെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കലില്ല. എന്ത് ജോലിയുടെ ഇടയിൽ അവൻ കരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് ഇവൻ്റെ പ്രശ്നം തീർക്കലാണ്. അത് അവിടെ എല്ലാവർക്കും അങ്ങനെ, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലാണൊക്കെ അങ്ങനെ കേട്ടോ. കുട്ടികൾ കരയണത് അവർക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ കരയിപ്പിക്കണമൊന്നുമല്ല, എന്നാലും അത് ഒരുവിധം എല്ലാവരും പറയുന്ന ഒരു പരാതി തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ മനഃപൂർവ്വം അപ്പോൾ ഒന്നും ചെയ്യൂലല്ലോ. പിന്നെ അവനെ എങ്ങനെയാണ് എൻ്റെ ഉമ്മ അവളെ വീട്ടിൽ നിന്ന് ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നെ തൊട്ടിലും ഇല്ലല്ലോ നമുക്ക്, മീൻസ് നമ്മൾ ആട്ടണ തൊട്ടിലില്ലല്ലോ. അപ്പോൾ പിന്നെ ചില സമയത്ത് എങ്ങനെ കിടത്തി കഴിഞ്ഞാലും ഉറങ്ങൂല, പാല് കുടിച്ചിട്ടും ഉറങ്ങൂല, ഇങ്ങനെ തൊട്ടിയിലിട്ടാലും ഒന്നും ഉറങ്ങൂല. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറുമ്പൊന്ന് പിന്നെ എൻ്റെ അടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് അടിയായല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ട് നടന്നാൽ അവൻ ഉറങ്ങും. ഇങ്ങനെ നല്ല ഇഷ്ടമാണ് അവൻ്റെ തോളിൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങണത്. അങ്ങനെ ഇതാ അവൻ്റെ എല്ലാ ഒരു ദിവസത്തെ അംഗം വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ കിടന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയമൊക്കെ ഉറങ്ങും. പിന്നെ ഒരു മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇക്കൊക്കെ വരണ ഒരു സമയമൊക്കെ ആകുമ്പോഴായിരിക്കും എണീക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവൻ്റെ ഒരു ഏറെക്കുറെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണം. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേത്തിനും അസ്സലാമു അലൈക്കും.